എഡ്യൂക്കേഷൻ ആസ്പിറേഷനിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിന്റെ 13ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും അധികം എക്സാംസിൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഭാഗത്തു നിന്ന് കൺഫ്യൂസിങ് ആക്കുന്ന ഒരു മേഖലയാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കൺഫ്യൂഷൻ ആണ് ഈ മേഖലയിൽ. അതുപോലെ തന്നെ നമുക്ക് എത്രയധികം എക്സസൈസ് ചെയ്താലും പരീക്ഷയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ മിക്കവാറും നെഗറ്റീവ് മാർക്സും ഈ ഭാഗത്ത് നമുക്ക് വരും. നമ്മൾ അറിയാതെ തന്നെ കടന്നുകൊള്ളും. അപ്പോൾ കുറേയധികം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, കണ്ടിന്യൂസ് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിനൊരു നല്ല പോംവഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രിപ്പോസിഷൻസ്, സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ എക്സാംസിന് ചോദിച്ചു കാണാറുള്ള പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ പ്രിപ്പോസിഷൻസിനെ പ്രധാനമായും നമുക്ക് 5 കാറ്റഗറിയിലായിട്ട് തിരിക്കാം. ഒന്ന്, സിമ്പിൾ പ്രിപ്പോസിഷൻ. അങ്ങനെയൊന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ നോർമലി യൂസ് ചെയ്യാറുള്ള സിംഗിൾ ആയിട്ടുള്ള വേർഡ്സ് വരുന്നതായിരിക്കും. ഇൻ, ഓൺ, അറ്റ് അങ്ങനെ തുടങ്ങിയ വരുന്ന പ്രിപ്പോസിഷൻസിനെയാണ് സിമ്പിൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ. കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ്, കോമ്പൗണ്ട്സ് ആണ്, 2 വേർഡ്സിന്റെ മറ്റും കോമ്പൗണ്ട്സ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അത്രയും പ്രിപ്പോസിഷനെയാണ് കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ, ഇൻസൈഡ്, ഔട്ട്സൈഡ്, ഇങ്ങനെ ഓരോ എക്സാമ്പിൾസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തേർഡ് വൺ, ഡബിൾ പ്രിപ്പോസിഷൻ എന്ന് പറയും. ഡബിൾ പ്രിപ്പോസിഷൻ മീൻസ് ഔട്ട് ഓഫ്, ഔട്ട്സൈഡ് ഓഫ്, ഇങ്ങനെയൊക്കെയാണ് ഡബിൾ പ്രിപ്പോസിഷന് പറയാറുള്ളത്. അതുപോലെ ഫ്രേസൽ പ്രിപ്പോസിഷൻ, ഫ്രേസ് പ്രിപ്പോസിഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയേണ്ടത് ഇൻ ഫ്രണ്ട് ഓഫ്, ടുഗദർ, വിത്ത്, ഇങ്ങനെയൊക്കെയുള്ള പ്രിപ്പോസിഷനെ നമുക്ക് പറയാം. എന്തെന്ന് പറയാം? ഫ്രേസ് പ്രിപ്പോസിഷൻ എന്ന് പറയാം. ഇനി ലാസ്റ്റ് വൺ, പാർട്ടിസിപ്പിയൽ പ്രിപ്പോസിഷൻ എന്ന് പറയും. പാർട്ടിസിപ്പിയൽ പ്രിപ്പോസിഷന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡ്യൂറിങ്, റിഗാർഡിങ്, കൺസിഡറിങ്, ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ആണ് പാർട്ടിസിപ്പിയൽ പ്രിപ്പോസിഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ നമുക്കിത് എത്ര കാറ്റഗറി ഉണ്ടെന്നൊന്നും പഠിക്കണ്ട, പക്ഷെ ഓരോ കാറ്റഗറി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇതിലെ ഫസ്റ്റ് കാറ്റഗറി ആയ സിമ്പിൾ പ്രിപ്പോസിഷൻ ആണ് സാധാരണയായിട്ട് കൂടുതലും എക്സാംസിന് ചോദിച്ചു കാണാറുള്ളത്. പക്ഷെ എല്ലാം തന്നെ ചോദിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ പോലും കൂടുതൽ ചോദിക്കുന്നത് സിമ്പിൾ പ്രിപ്പോസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം സിമ്പിൾ പ്രിപ്പോസിഷനിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ സിമ്പിൾ പ്രിപ്പോസിഷന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇൻ, ഓൺ, അറ്റ്, ഫ്രം, ടു, ബൈ, ഇങ്ങനെയൊക്കെ വരുന്ന വേർഡ്സ് ഒക്കെ തന്നെ നമുക്ക് സിമ്പിൾ പ്രിപ്പോസിഷൻ എന്ന് പറയാം. അപ്പോൾ ഈ സിമ്പിൾ പ്രിപ്പോസിഷന്റെ ഫസ്റ്റ് പ്രിപ്പോസിഷനായ, അല്ലെങ്കിൽ ഫസ്റ്റ് ലാസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല, എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതൽ എക്സാംസിന് ചോദിച്ചു കാണുന്ന ഒരു പ്രിപ്പോസിഷനാണ് ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഏത് സാഹചര്യത്തിലാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ആ സിറ്റുവേഷൻസ് കറക്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് എക്സാമിന് ഇത് തെറ്റിപ്പോവില്ല. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നോർമലി നമ്മൾ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ ഇവയുടെ പേരിന് മുൻപിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ എല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് ചില ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഇൻ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് പറഞ്ഞത്. ഭൂഖണ്ഡങ്ങളുടെ പേരിന് മുമ്പിൽ ചേർക്കുന്നു, രാജ്യങ്ങളുടെ പേരിന് മുൻപിൽ ചേർക്കാറുണ്ട്, സംസ്ഥാനങ്ങളുടെ പേരിന് മുമ്പിൽ ചേർക്കാറുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ദ ഈഫിൽ ടവർ ഈസ് ഇൻ ഫ്രാൻസ്. ഈഫിൽ ടവർ ഈസ് ഇൻ ഫ്രാൻസ്. നമുക്കറിയാം ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിന് തൊട്ട് മുന്നിൽ ചേർത്തിരിക്കുന്നു. ഇതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ പറയുമ്പോഴും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ പറയുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ ഏത് പ്രപ്പോസിഷനാണ് അതിന് മുമ്പ് ചേർക്കുക? ഓർത്ത് വെക്കുക, ഇൻ ആണ് അതിന് മുൻപിൽ ചേർക്കുക. ഏതൊക്കെ ഞാൻ പറഞ്ഞ ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ ഇവയുടെ പേരിന് മുൻപിൽ ഇൻ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, നഗരങ്ങൾ, വലിയ പട്ടണങ്ങൾ ഇവയുടെ പേരിന് മുൻപിലും ഇൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. നഗരങ്ങൾ, വലിയ പട്ടണങ്ങൾ ഇവയുടെ പേരിന് മുൻപിൽ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിരിക്കുന്നു. ജാലിയൻ വാലാബാഗ് മസാക്കർ took place in അമൃത്സർ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ GK പഠിക്കുന്നതാണ്.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എവിടെയാണ് നടന്നത്? പഞ്ചാബിലെ അമൃത്സറിലാണ് നടന്നത് അല്ലെ. അപ്പൊ ജാലിയൻ വാലാബാഗ് മെസാക്കർ took place in അമൃത്സർ. കണ്ടില്ലേ, അമൃത്സർ എന്ന് പറയുന്നത് ഒരു വലിയ നഗരമാണ് അല്ലെങ്കിൽ പട്ടണമാണ്. അപ്പൊ ഈ പറഞ്ഞ അമൃത്സറിന് മുന്നിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു? ഇൻ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. അപ്പോൾ വലിയ നഗരങ്ങൾ, പട്ടണങ്ങൾ ഇവയുടെ പേരിന് മുൻപിൽ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് സ്ട്രീറ്റ്, റോഡ് ഇവയുടെ പേരിന് മുമ്പിൽ. ചില സ്ട്രീറ്റുകളുടെ ഒക്കെ പേരിന്, ചില അല്ല സ്ട്രീറ്റുകളുടെ പേരിന് മുമ്പിലും റോഡുകളുടെ പേരിന് മുൻപിലും ഒക്കെ ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, എക്സാമ്പിൾ, രഘുസ് ഹൗസ് ഈസ് ഇൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. രഘുസ് ഹൗസ് ഈസ് ഇൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഒരു ഫിലിം ഉണ്ടല്ലോ ആ പേരില്. അപ്പൊ ഈ പറഞ്ഞ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിന് അടുത്തായിട്ടാണ് രഘുവിന്റെ വീടുള്ളത്, അല്ലെങ്കിൽ അവിടെയാണ് രഘുവിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടെ നോക്കിയേ, ഇൻ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. കണ്ടില്ലേ? അപ്പൊ സ്ട്രീറ്റ്, റോഡ് ഇവയുടെ പേരിന് മുൻപിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ്, വർഷങ്ങൾക്ക് മുൻപിൽ. അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ചിലപ്പോൾ കൺഫ്യൂഷൻ തോന്നിക്കാറുണ്ട് നമുക്ക്, അതുകൊണ്ട് പറയുന്നു മാത്രം. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ആണ് ഇൻ. ഫോർ എക്സാമ്പിൾ, സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ബോൺ ഇൻ 1973. നമുക്കെല്ലാം അറിയാം, ക്രിക്കറ്റിൽ നമ്മൾ അറിയപ്പെടുന്ന നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വമായ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെ. അദ്ദേഹം ജനിച്ചത് 1973 പറയുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ വാസ് ബോൺ ഇൻ അല്ലെ 1973. ആ വർഷത്തിന് മുൻപിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അടുത്തത് നൂറ്റാണ്ട്, കാലഘട്ടം എന്നിവയ്ക്ക് മുൻപിൽ. നൂറ്റാണ്ട്, കാലഘട്ടം എന്നിവയ്ക്ക് മുൻപിലും നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഹി വാസ് ബോൺ ഇൻ ദി 18th century. 18th century എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതെന്ന് പറയുന്നത് സെഞ്ചുറിയാണ്, നൂറ്റാണ്ടാണ് അല്ലെ. അപ്പോൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നു. കണ്ടില്ലേ? നെക്സ്റ്റ്, മാസങ്ങളുടെ പേരിന് മുൻപിൽ. നൂറ്റാണ്ട്, കാലഘട്ടം, ചിലപ്പോൾ ഈ വേദിക് പീരീഡ് അങ്ങനെ നമ്മൾ പറയാറില്ലേ, വേദ കാലഘട്ടം, അതുപോലെ തന്നെ ഹാരപ്പൻ, അങ്ങനെയൊക്കെ ഓരോ ഏജ് കാലഘട്ടങ്ങൾ പറയുമ്പോഴും അല്ലെങ്കിൽ ഓരോ നൂറ്റാണ്ടിനെ കുറിച്ച് പറയുമ്പോഴും ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാസങ്ങളുടെ പേരിന് മുൻപിലും ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്? ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ക്രിസ്മസ് ഈസ് ഇൻ ഡിസംബർ. ഡിസംബർ എന്ന മന്തിന് മുന്നിലായിട്ട്, മാസത്തിന്റെ പേരിന് മുൻപിലായിട്ട് നമ്മൾ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു? ഇൻ പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. അടുത്ത കേസ്, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, മിഡ് നൈറ്റ് എന്നിവയൊക്കെ ദിവസത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. ഈ ദിവസത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങളുടെ മുൻപിലും ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപിൽ, നൂറ്റാണ്ട്, കാലഘട്ടം ഇവയ്ക്ക് മുൻപിൽ, അതുപോലെ മാസങ്ങളുടെ പേരിന് മുൻപിൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തിലെ വിവിധ സമയങ്ങൾ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് അല്ലെങ്കിൽ മിഡ് നൈറ്റ്, ഇങ്ങനെ ഒരു ദിവസത്തിലെ വിവിധ സമയങ്ങൾക്ക് മുൻപിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഇനി നോക്കുക, അതിനൊരു എക്സാമ്പിൾ, ഹി യൂഷ്വലി റീഡ്സ് ന്യൂസ് പേപ്പർ ഇൻ ദി മോർണിംഗ്. കണ്ടില്ലേ? മോർണിംഗ് എന്ന് പറയുന്ന ഒരു സമയമാണ്, ദിവസത്തെ സമയമാണ്. അതിന് മുൻപിൽ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തു. ഓക്കെ, ഇതുപോലെ ഇൻ ദ മോർണിംഗ് എന്നോ ഇൻ ദ ആഫ്റ്റർനൂന്നോ അല്ലെങ്കിൽ മിഡ് നൈറ്റ് എന്നോ ഒക്കെ തന്നെ വരാം. അപ്പോഴൊക്കെ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുള്ളൂ? ഇൻ എന്ന പ്രിപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അടുത്തത് സീസൺസ്, ഋതുക്കളുടെ പേരിന് മുൻപിലും ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഒരു എക്സാമ്പിൾ, ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ഇൻ ഓട്ടം. ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ഇൻ ഓട്ടം. ഓട്ടം സീസണിൽ അല്ലെ എന്ത് ചെയ്യാറുണ്ട്? ട്രീസ് അവരുടെ ഇലകൾ പൊഴിക്കാറുണ്ട്. ഇൻ ഓട്ടം, ഓട്ടം എന്ന് പറയുന്ന ഒരു സീസൺ അല്ലേ. അപ്പൊ ഓട്ടം സീസണിലാണ് ട്രീസ് അവരുടെ ഇലകൾ പൊഴിക്കാറുള്ളത്. ഇൻ ഓട്ടം. കണ്ടില്ലേ? അപ്പൊ സീസണിന് മുന്നിലും ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അടുത്തത് ഹോട്ടൽ, ബാങ്ക്, കോളേജ്, സ്കൂൾ, തിയേറ്റർ ഇവയെ കുറിച്ച് പൊതുവായിട്ട് പറയുമ്പോൾ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പേരെടുത്ത് പറയല്ല. ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഏത് ഹോട്ടലിന് പ്രത്യേകിച്ച് പറയാതെ, പേരെടുത്ത് പറയാതെ, ഇതിനെ പൊതുവായിട്ട് പറയാണ്. ഹോട്ടലുകൾ, ബാങ്കുകൾ, കോളേജുകൾ അങ്ങനെയൊക്കെ ഒരു പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ
ഹോട്ടലിനെയും ബാങ്കിനെയും കോളേജിനെയും സ്കൂളിനെയും തിയേറ്ററിനെയും കുറിച്ചൊക്കെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അതിന് തൊട്ട് മുൻപ് നമ്മൾ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. നോക്കൂ, ഹി വർക്ക്സ് ഇൻ എ ബാങ്ക്. അവനൊരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് ബാങ്ക് എന്ന് പേര് പറഞ്ഞില്ല. ഏതെങ്കിലും ബാങ്ക് എന്ന പേര് പറയുമ്പോൾ അത് വേറെയാണ്. അത് ഞാൻ പിന്നീട് അടുത്തൊരു പ്രൊപ്പോസിഷൻ വരുമ്പോൾ ഞാൻ പറയാം. അപ്പൊ തൽക്കാലം ഇൻ മാത്രം നമുക്ക് പറയുന്നു. അപ്പോൾ ബാങ്ക്, ഹോട്ടൽസ്, കോളേജ്, സ്കൂൾസ്, തിയേറ്റർ, ഇവയെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ഇൻ എന്ന പ്രിപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പൊതുവായിട്ട് പറയുമ്പോൾ, പേരെടുത്ത് പറയാതെ പൊതുവായിട്ട് പറയുമ്പോൾ. ഓക്കെ, ഇൻ എ ബാങ്ക്. കണ്ടില്ലേ? അടുത്തത്, ഒരു പ്രത്യേക കാലപരിധിക്കുള്ളിൽ, ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ എന്ന് സൂചിപ്പിക്കാനും ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, he will finish the work in an hour. He will finish the work in an hour. കണ്ടില്ലേ? അവൻ ആ ജോലി 1 മണിക്കൂറിനുള്ളിൽ തീർത്തേക്കും, അല്ലെ? അപ്പൊ ഇൻ ആൻ അവർ, 1 മണിക്കൂർ. ആ കറക്റ്റ് ആയിട്ടൊരു കാലപരിധി ഒരു സമയം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ടൊരു സമയപരിധിക്കുള്ളിൽ, കാലപരിധിക്കുള്ളിൽ എന്ന് സൂചിപ്പിക്കാനും ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ഇൻ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് ദ ഫൈനൽ വൺ, വസ്തുവിന്റെ ഉള്ളിൽ. അത് നമുക്ക് നോർമൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വസ്തുവിന്റെ ഉള്ളിൽ എന്ന് സൂചിപ്പിക്കാനും ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു? ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. The key is in a box. കീ ബോക്സിനുള്ളിലാണ് കിടക്കുന്നത്, അല്ലെ? കീ ഈസ് ഇൻ എ ബോക്സ്. അപ്പോൾ അവിടെയും ഒരു വസ്തുവിനുള്ളിലാണ് എന്ന് സൂചിപ്പിക്കാനും നോർമലി ഇൻ എന്ന് പറയുന്ന വേർഡ് പ്രിപ്പോസിഷന്റെ മീനിങ് ഉള്ളിൽ, അകത്ത് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആ വരിക. അപ്പൊ ആ നോർമലി ഒരു വസ്തുവിനുള്ളിൽ എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ഇൻ ആണ്. അപ്പൊ ഇൻ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, സംസ്ഥാനങ്ങൾ, പിന്നീട് നഗരങ്ങൾ, വലിയ പട്ടണങ്ങൾ, പിന്നീട് സ്ട്രീറ്റ്, റോഡ് എന്നിവയുടെയൊക്കെ പേരിന് മുൻപിൽ എന്ത് ചേർക്കുന്നു? ഇൻ ചേർക്കുന്നു. വർഷങ്ങൾക്ക് മുൻപിലും, നൂറ്റാണ്ട്, കാലഘട്ടം, മാസങ്ങളുടെ പേരിന് മുൻപിലും ഇൻ ചേർക്കുന്നു. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, മിഡ് നൈറ്റ്, ഇങ്ങനെ ദിവസത്തിലെ വിവിധ സമയങ്ങൾക്ക് മുൻപിൽ ഇൻ ചേർക്കുന്നു. സീസൺ, ഋതുക്കളുടെ മുൻപിൽ ഇൻ ചേർക്കുന്നു. ഹോട്ടല്, ബാങ്ക്, കോളേജ്, സ്കൂള്, തിയേറ്റർ എന്നിങ്ങനെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ ചേർക്കുന്നു. ഒരു പ്രത്യേക കാലപരിധിക്കുള്ളിൽ എന്ന് സൂചിപ്പിക്കാൻ ഇൻ എന്ന പ്രിപ്പോസിഷൻ ചേർക്കുന്നു. ആൻഡ് ഫൈനലി ഒരു വസ്തുവിന്റെ ഉള്ളിൽ എന്ന് സൂചിപ്പിക്കാനായിട്ടും ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രിപ്പോസിഷനാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. മനസ്സിലായില്ലേ? അടുത്തതായിട്ട് നമുക്ക് ഓൺ എന്ന പ്രിപ്പോസിഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് നോക്കാം. ഓൺ, ഫസ്റ്റ് നമുക്കറിയാം, ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷന്റെ മീനിങ് എന്ന് പറയുന്നത് മുകളിൽ, ഏതെങ്കിലും ഒരു പ്രതലത്തിന് മുകളിൽ എന്ന് സൂചിപ്പിക്കാനാണ്, അല്ലെ? അതിന് മീതെയായിട്ട്, അതിന് മുകളിലായിട്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു മീനിങ് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ സിറ്റുവേഷൻസ് എല്ലാം പഠിക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഒരു പ്രതലത്തിന് മുകളിൽ എന്ന് സൂചിപ്പിക്കുമ്പോൾ സാധാരണയായിട്ട് ഓൺ എങ്ങനെയാ വരിക? എ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. എ ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന ഈ ഓണും ഇന്നും ഒക്കെ. എങ്കിലും എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടും, പക്ഷെ ചില കാര്യങ്ങൾ മാത്രം, ചില സിറ്റുവേഷൻ മാത്രം നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആണ്. അപ്പൊ ഒരു പ്രതലത്തിന് മുകളിൽ നിന്നൊരു അർത്ഥം വരികയാണെങ്കിൽ നമുക്കറിയാം അത് ഓൺ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ദിവസങ്ങളുടെ പേര്, തീയതി. ദിവസങ്ങളുടെ പേരിന് മുൻപിൽ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഇൻ പ്രിപ്പോസിഷൻ പറഞ്ഞിരുന്നു. മാസത്തിന്റെ പേരിന് മുൻപിൽ ഇൻ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ. എന്നാൽ ദിവസങ്ങളുടെ പേരിന് മുൻപിൽ, അതാണ് കൺഫ്യൂഷൻ ആകുന്നത്. ദിവസങ്ങളുടെ പേരിന് മുൻപിൽ ഓൺ ആണ് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ തീയതി പറയുമ്പോൾ ശ്രദ്ധിക്കണം, സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഇല്ലേ? ഉദാഹരണം ഇൻഡിപെൻഡൻസ് ഡേ, 15th ഓഗസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് റിപ്പബ്ലിക് ഡേ, ജാനുവരി 26, അങ്ങനെ, അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിവസം, ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഡേയ്സ് പറയുമ്പോഴാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ശ്രദ്ധിക്കണേ, മാസങ്ങളുടെ പേരിന് മുൻപിൽ ഇൻ എന്ന പ്രിപ്പോസിഷനും ദിവസങ്ങളുടെ പേരിന് മുൻപിൽ ഓൺ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. തിരിഞ്ഞു പോകരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹിസ് ബർത്ത്ഡേ ഈസ് ഓൺ മൺഡേ. ഹിസ് ബർത്ത്ഡേ
ഈസ് ഓൺ മൺഡേ. കണ്ടോ, മൺഡേ എന്ന ദിവസത്തെ പേരിന് മുൻപിൽ എന്ത് ചേർത്തു? ഓൺ എന്ന പ്രിപ്പോസിഷൻ ചേർത്തു. അടുത്തത് ഗാന്ധിജി വാസ് ബോൺ ഓൺ 2nd ഒക്ടോബർ. നമുക്കറിയാം 2nd ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനമാണ്. അതൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പൊ ഇത്ര സ്പെഷ്യൽ ഡേറ്റുകൾക്ക് മുമ്പിൽ, സ്പെഷ്യൽ തീയതികൾക്ക് മുൻപിലും ഏത് പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്? ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഓൺ 2nd ഒക്ടോബർ. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ 2 വീലർ അല്ലെങ്കിൽ കാൽനട യാത്ര ഇതിനെയൊക്കെ സൂചിപ്പിക്കും. നമ്മൾ സഞ്ചരിക്കുന്നത് 2 വീലറിലാണ് അല്ലെങ്കിൽ കാൽനടയായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ ആ സമയത്തൊക്കെ തന്നെ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ, ഐ ഗോ ടു ഓഫീസ് ഓൺ ദ ബൈക്ക്. ഐ ഗോ ടു ഓഫീസ് ഓൺ ദ ബൈക്ക്. ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് എന്തിലാണ്? ബൈക്കിലാണ്. അത് 2 വീലർ അല്ലേ? അപ്പൊ 2 വീലറിനെയൊക്കെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിന് മുൻപിൽ നമ്മൾ ഏത് പ്രിപ്പോസിഷനെ യൂസ് ചെയ്യൂ? ഓൺ എന്ന പ്രിപ്പോസിഷനെ യൂസ് ചെയ്യും. രണ്ടാമത് നമ്മൾ പറഞ്ഞു കാൽനട യാത്രയായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാൽനട നടന്നു പോവുകയാണെങ്കിൽ അപ്പൊ അത് നമ്മൾ ഫൂട്ട് എന്നല്ലേ പറയുക? നടക്കുന്നതിനെ നമ്മള് കാൽനട പാദങ്ങൾ കൊണ്ട് നടന്നു ബൈ ഫൂട്ട് എന്നല്ലേ ഓൺ ഫൂട്ട് എന്നല്ലേ പറയാം. അപ്പൊ ശ്രദ്ധിക്കണേ, കാൽനട യാത്രയെ സൂചിപ്പിക്കാനാണെങ്കിലും ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു? ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ, ഹി ഗോസ് ടു സ്കൂൾ ഓൺ ഫൂട്ട്. അവൻ സ്കൂളിലേക്ക് പോകുന്നത് നടന്നിട്ടാണ്, കാൽനടയായിട്ടാണ്. അപ്പോ 2 വീലറിന് മുൻപിൽ കാൽനട യാത്രയെ സൂചിപ്പിക്കാനും അങ്ങനെയൊക്കെ വരുമ്പോൾ ഏത് പ്രിപ്പോസിഷൻ? ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അടുത്തത്, ഒരു പ്രത്യേക ബസ്സിനെയോ ഒരു പ്രത്യേക ട്രെയിനെയോ, ബസ് ട്രെയിൻ അങ്ങനെയല്ല, നമ്മൾ ബസ് ട്രെയിനിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ബസ് ട്രെയിൻ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ബസ്, പ്രത്യേക ട്രെയിൻ അങ്ങനെ സൂചിപ്പിക്കുമ്പോഴും ഓൺ എന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ, ഹി ഗോസ് ടു കോളേജ് ഓൺ 8:30 ബസ്. അവൻ കോളേജിലേക്ക് പോകുന്നത് 8:30യുടെ ബസ്സിനാണ്. 8:30യുടെ ബസ് അല്ലെ, അതായത് 8:30 സ്പെസിഫൈ ചെയ്ത് പറയണം. ഒരു പ്രത്യേക ബസ് 8:30 പോകുന്ന ആ ബസ്, ഏത് ബസ്സാണോ ആ ബസ്സിലാണ് അവൻ ഇന്ന് കോളേജിലേക്ക് പോകാറുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ബസ്സിനെ കുറിച്ചോ പ്രത്യേക ട്രെയിനിനെ കുറിച്ചോ ഒക്കെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ അവിടെ ഓൺ എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഇനി ഫോണ്, കമ്പ്യൂട്ടർ, TV ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങൾക്ക് മുൻപിലും അതിനെ സ്പെസിഫൈ ചെയ്യാനായിട്ടും നമ്മൾ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു? ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. ഫോണ്, കമ്പ്യൂട്ടർ, TV. എക്സാമ്പിൾ, ദ ക്രിക്കറ്റ് മാച്ച് വിൽ ബി ടെലികാസ്റ്റ് ഓൺ TV ടുഡേ. കണ്ടോ, ഓൺ TV. ദ ക്രിക്കറ്റ് മാച്ച് വിൽ ബി ടെലികാസ്റ്റ് ഓൺ TV ടുഡേ. ഓൺ TV കണ്ടില്ല, ഒരു ഉപകരണം അല്ലേ? അപ്പം മൊബൈൽ ഫോണ്, TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള ഉപകരണങ്ങൾക്ക് മുൻപിൽ എപ്പോഴും ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുള്ളൂ? ഓൺ എന്ന പ്രിപ്പോസിഷനെ യൂസ് ചെയ്യാറുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്? ഓൺ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ, ഒരു കാര്യത്തെ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ അവസ്ഥയെ സൂചിപ്പിക്കാനായിട്ടും എന്തുപയോഗിക്കുന്നു? ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ, ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ. കണ്ടോ, ആ ബിൽഡിംഗ് എന്ത് പിടിച്ചു? ബിൽഡിങ്ങിന് തീ പിടിച്ചു, അല്ലെങ്കിൽ തീയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയാണ്, തീ പിടിച്ചു എന്നുള്ള ഒരു അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഓൺ ഫയർ എന്ന് വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഓൺ ഏതൊക്കെ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തെങ്കിലും മുകളിൽ എന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ദിവസങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെഷ്യൽ ഡേറ്റ്, ഓഗസ്റ്റ് 15, 2 ഒക്ടോബർ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ഡേറ്റ്സിന് മുന്നിൽ നമ്മൾ ഈ പറഞ്ഞ എന്താ ഉപയോഗിക്കുന്നത്? ഓൺ ഉപയോഗിക്കുന്നു. പിന്നെ 2 വീലർ അല്ലെങ്കിൽ കാൽനട യാത്ര, ഓൺ ഫൂട്ട്, 2 വീലർ ഓൺ ദി ബൈക്ക് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേക ബസ്സിനെയോ ഒരു പ്രത്യേക ട്രെയിനെയോ സൂചിപ്പിക്കാനായിട്ട് 8:30 ബസ് അല്ലെങ്കിൽ 8:30 ട്രെയിൻ, അപ്പൊ ഒരു പ്രത്യേക ബസ്സിനെയോ ഒരു പ്രത്യേക ട്രെയിനെയോ സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ട് ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. പിന്നീട് നമ്മൾ പറഞ്ഞു ഫോൺ, കമ്പ്യൂട്ടർ, TV ഇങ്ങനെയുള്ള ഉപകരണങ്ങൾക്ക് മുൻപിലും ഏത് പ്രിപ്പോസിഷൻ? ഓൺ എന്ന പ്രിപ്പോസിഷൻ. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു വസ്തുവിന്റെയോ കാര്യത്തിന്റെയോ അവസ്ഥയെ സൂചിപ്പിക്കാൻ, ദ ബിൽഡിംഗ് ഈസ് ഓൺ ഫയർ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ, തീ പിടിച്ചിരിക്കുന്ന എന്നൊരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ഓൺ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ ഇന്നും ഓണും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് എല്ലാം തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ തന്നെ മിക്കവാറും എക്സാംസിനൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് മറ്റൊരു പ്രിപ്പോസിഷനിലേക്ക് പോകാം. ബൈ. ബൈ എന്ന പ്രിപ്പോസിഷൻ പലപ്പോഴും പലർക്കും കൺഫ്യൂസിങ് ആവാറുള്ള ഒരു പ്രിപ്പോസിഷനാണ് ബൈ. അപ്പൊ നോക്കൂ,
സഞ്ചരിക്കുന്ന രീതിക്ക് പ്രാധാന്യം നൽകുവാണെങ്കിൽ, സഞ്ചരിക്കുന്ന രീതിക്കാണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്? ബൈ എന്ന പ്രിപ്പോസിഷനാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പൊ സഞ്ചരിക്കുന്ന രീതി, നമ്മൾ സഞ്ചരിക്കുന്ന രീതിക്കാണ് പ്രാധാന്യം. ഓക്കെ, എക്സാമ്പിൾ, ഐ ഗോ ടു ടെമ്പിൾ ബൈ കാർ. ഐ ഗോ ടു ടെമ്പിൾ ബൈ കാർ. ഞാൻ അമ്പലത്തിലേക്ക് പോയത് കാറിലാണ് പോയത്. അപ്പൊ ബൈ കാർ, സഞ്ചരിക്കുന്നത് എന്തിലാണ്? കാറിലാണ് പോയെന്ന് സൂചിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ കാറിന് മുൻപിൽ ചേർക്കുമെന്നല്ല നമ്മൾ പറഞ്ഞത്. ആ സഞ്ചരിക്കുന്ന രീതി, ഞാൻ എങ്ങനെയാ അമ്പലത്തിലേക്ക് പോയത്? കാറിലാണ് അമ്പലത്തിൽ. സഞ്ചരിച്ചിരിക്കുന്ന രീതി എന്തായിരുന്നു? കാറിലാണ് പോയത്. അപ്പൊ ആ സഞ്ചരിക്കുന്ന രീതിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ബൈ എന്ന പ്രിപ്പോസിഷൻ വന്നത്. അതുപോലെ വേറെ ഒന്നും കൂടി നോക്കൂ. വി വെന്റ് ടു കാശ്മീർ ബൈ എയർ. ഞങ്ങള് കാശ്മീരിലേക്ക് പോയത് എയറിലാണ്. എയറിലാണെന്ന് പറയുമ്പോൾ ആ സഞ്ചരിക്കുന്ന രീതിയാണ്, എയറോപ്ലെയിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെലികോപ്റ്റർ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ആ സഞ്ചരിക്കുന്ന രീതിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബൈ എന്ന പ്രിപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സഞ്ചരിക്കുന്ന രീതിക്ക് പ്രാധാന്യം നൽകുമ്പോൾ എപ്പോഴും ബൈ എന്ന പ്രിപ്പോസിഷൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം പൂർത്തിയാക്കാനുള്ള മാക്സിമം ടൈമിനെ കാണിക്കാൻ, ഇപ്പൊ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഒരു മാക്സിമം ടൈമിന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കും? ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഐ വിൽ റീച്ച് ദെയർ ബൈ 7 PM. ഞാൻ 7 മണിയാകുമ്പോൾ അവിടെ എത്തിയിരിക്കും അല്ലെ. അപ്പൊ ഒരു കാര്യം പൂർത്തിയാക്കാൻ മാക്സിമം ഞാൻ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയേക്കും അല്ലെ. ഐ വിൽ റീച്ച്, എത്തിയേക്കും, ഫ്യൂച്ചർ ടെൻസിലാണ് പറയുന്നത്. ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തിയേക്കും എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെ എത്തിയിരിക്കും. അപ്പോൾ കൃത്യമായിട്ടൊരു കാര്യം പൂർത്തിയാക്കാനുള്ള സമയം അവിടെ സ്പെസിഫൈ ചെയ്ത് പറയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ബൈ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. വേറൊരു എക്സാമ്പിൾ അതുപോലെ തന്നെ നോക്കിക്കോ. ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ബൈ 10 o'clock. ആ വർക്ക്, ആ സ്പെസിഫൈഡ് വർക്ക്, ആ ജോലി എത്ര മണിയാവുമ്പോൾ തീർത്തേക്കും? 10 മണിയാവുമ്പോഴേക്കും തീർത്തിരിക്കും. വിൽ ബി അവിടെ ഈ പറഞ്ഞ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ കൂടുതലും ഫ്യൂച്ചർ ടെൻസിലാണ് എങ്ങനെ കാണാറുള്ളത്. അപ്പൊ കൃത്യമായ ഒരു സമയം, ഒരു കാര്യം പൂർത്തിയാക്കുന്ന കൃത്യമായ സമയമാണ് ഫ്യൂച്ചർ ടെൻസിലൊക്കെ പറയുമ്പോൾ നോർമലി നമ്മൾ അവിടെ ഏത് സിറ്റുവേഷനാണ്, ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ബൈ എന്ന പ്രിപ്പോസിഷൻ. ഒന്നുകൂടി പറയുന്നു. ഐ വിൽ റീച്ച് ദെയർ ബൈ 7 PM. The work will be finished by 10 o'clock. By 7 PM, by 10 o'clock, by 5 PM, by 4 o'clock. ഇങ്ങനെയൊക്കെ നമുക്ക് വരുമ്പോൾ അവിടെ ബൈ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നതെന്ന് മറക്കാതെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അടുത്തത് നമുക്കറിയാം ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്. ഇതിൽ പാസീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും അതിനകത്തൊരു ബൈ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ പറഞ്ഞ ബൈ എന്ന് പറയുന്ന യൂസേജ് അവിടെയുണ്ട്. പാസീവ് വോയിസിന്റെ സബ്ജക്റ്റിന് മുൻപിൽ എവിടെയാണ് നമ്മൾ ബൈ ചേർക്കുക? പാസീവ് വോയിസിൽ സബ്ജക്റ്റിന് മുൻപിലാണ് ബൈ രാജു, ബൈ ഹിം, ബൈ ഹെർ അല്ലെ, ബൈ സ്റ്റുഡൻസ്, ബൈ ടീച്ചേഴ്സ്. അങ്ങനെ ബൈ അവിടെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ ആ സബ്ജക്റ്റിന് മുൻപിൽ പാസീവ് വോയിസിൽ എപ്പോഴും ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ എനിക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ കൺഫ്യൂഷൻ ആയി പോകും. ദ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ സൗമ്യ. ലെറ്റർ എഴുതിയത് ആരാണ്? സൗമ്യ ആണ്. ഓക്കെ, ബൈ സൗമ്യ. അപ്പൊ ദ ലെറ്റർ ഹാസ് ബീൻ, അതൊരു പാസീവ് വോയിസിന്റെ സെന്റൻസ് ആണ്. എഴുതിയിരിക്കുന്നത് ബൈ സൗമ്യ എന്ന് പറയുന്ന സൗമ്യ എന്നുള്ള സബ്ജക്റ്റിന് മുൻപിലായിട്ട് ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്തിരിക്കുന്നു. അടുത്തത്, ഒരു വ്യക്തിയാല് ഒരു കാര്യം ചെയ്യപ്പെട്ടു എന്ന് കാണിക്കാൻ, ഒരു വ്യക്തിയാലാണ് ഒരു കാര്യം, ആ വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്. ഓക്കെ, ഒരു വ്യക്തിയാൽ ഒരു കാര്യം ചെയ്യപ്പെട്ടു എന്ന ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു വ്യക്തിയെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴും നമ്മൾ ആ വ്യക്തിയുടെ പേരിന് മുൻപിൽ ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും? ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. ഓക്കെ, ഇറ്റ് വാസ് എ ബുക്ക് ബൈ ഷേക്സ്പിയർ. ഇറ്റ് വാസ് എ ബുക്ക് ബൈ ഷേക്സ്പിയർ. ഇത് ആരുടെ ബുക്കാണ്? ഷേക്സ്പിയറിന്റെ ബുക്കാണ്. ഷേക്സ്പിയർ എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം. ഓക്കെ, അപ്പൊ ഒരു വ്യക്തി ചെയ്ത ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് സൂചിപ്പിക്കാൻ വേണ്ടിയും ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു? ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അടുത്തത്, ഉയർച്ച, താഴ്ച എന്നിവയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ യൂസ് ചെയ്യാറുള്ളത്? ബൈ എന്ന പ്രിപ്പോസിഷനാണ്. എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ദ പ്രൈസസ് ഓഫ് മൊബൈൽ ഫോൺസ്, ദ പ്രൈസസ് ഓഫ് മൊബൈൽ ഫോൺസ് ഹാവ് ഫോളൻ ബൈ 5%. നമ്മളിങ്ങനെ നോക്കിയിരിക്കണം മൊബൈൽ ഫോൺസിന്റെ ഒക്കെ പ്രൈസ് കുറയാൻ വേണ്ടി അല്ലെ. ദ പ്രൈസസ് ഓഫ് മൊബൈൽ ഫോൺസ് ഹാവ് ഫോളൻ ബൈ, താഴ്ന്നു. മൊബൈൽ ഫോൺസിന്റെ ഒക്കെ വില
fallen by. കണ്ടില്ലേ, താഴ്ന്നു. ആ താഴ്ചയെ സൂചിപ്പിക്കും, വില കുറഞ്ഞു. അപ്പൊ ആ താഴ്ചയെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ബൈ 5% കുറഞ്ഞു. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമ്മൾ ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. അടുത്തതായി അരികിലായിട്ട് ഇരിക്കുന്നു എന്നത് നമുക്കൊരു സൂചന. നമ്മുടെ അരികിലായിട്ടാണ്, അതിന്റെ അരികിലായിട്ടാണ്, ഇതിന്റെ അരികിലായിട്ടാണ്, എന്റെ വീട്, അതിന്റെ അരികിലായിട്ടാണ് എന്റെ സ്കൂൾ, അതിന്റെ അരികിലായിട്ടാണ് എന്റെ ഓഫീസ്, ഇങ്ങനെയൊക്കെ നമ്മൾ സൂചിപ്പിക്കാം. അരികിലായിട്ട് എന്ന് സൂചിപ്പിക്കാനും സാധാരണയായിട്ട് ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ബൈ എന്ന പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, എക്സാമ്പിൾ, ദ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ദ റിവർ സൈഡ്. ഹൗസ് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? റിവർ സൈഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റിവറിന് അടുത്തായിട്ടാണ്, അതിനരികിലായിട്ടാണ്. അപ്പോ ബൈ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഒന്നുകൂടി പറയുന്നു. സഞ്ചരിക്കുന്ന രീതിക്ക് പ്രാധാന്യം കൊടുത്താൽ, ബൈ കാർ, ബൈ എയർ, അങ്ങനെ സഞ്ചരിക്കുന്ന രീതിക്ക് പ്രാധാന്യം കൊടുത്താൽ ബൈ പ്രിപ്പോസിഷൻ. അതുപോലെ കാര്യം പൂർത്തിയാക്കാനുള്ള മാക്സിമം ടൈം, ബൈ 7 PM, ബൈ 10 o'clock, ഇങ്ങനെയൊക്കെ ഒരു മാക്സിമം ടൈമിനെ സൂചിപ്പിക്കാനും പാസീവ് വോയിസിൽ സബ്ജക്റ്റിന് മുമ്പിൽ ബൈ സൗമ്യ, ബൈ ഹിം, ബൈ ഹർ, അങ്ങനെ സബ്ജക്റ്റിന് മുൻപിലും പാസീവ് വോയിസിൽ സബ്ജക്റ്റിന് മുൻപിലും ഒരു വ്യക്തിയാലാണ് ഒരു കാര്യം ചെയ്യപ്പെട്ടത്. ബൈ ഷേക്സ്പിയർ, ബൈ ഇയാൻ ഫ്ലെമിംഗ്, ബൈ റോബിൻ ഹുഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവിടെയും ഈ പറഞ്ഞ ബൈ എന്ന പ്രിപ്പോസിഷൻ വരുന്നു. ഇനി ഉയർച്ച, താഴ്ച എന്നിവയെ സൂചിപ്പിക്കും. ഫോളൻ ബൈ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, താഴ്ചയെ സൂചിപ്പിക്കാനും ഒക്കെ അല്ലെ, ഹയർ അങ്ങനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്? ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അരികിലായിട്ട് എന്ന് സൂചിപ്പിക്കും. ബൈ ദ റിവർ സൈഡ്, അങ്ങനെയൊക്കെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ സാധാരണ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ബൈ എന്ന പ്രിപ്പോസിഷൻ. ഇതിനെങ്കിലൊക്കെ അരികിലായിട്ട്, ആ ഷോപ്പിന് അരികിലായിട്ട്, ബൈ ദ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന് അരികിലായിട്ട്, അല്ലെങ്കിൽ ബൈ ദ ഹോസ്പിറ്റലിന് അരികിലായിട്ട്, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനരികിലായി എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ബൈ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അപ്പോ ഇന്ന് പഠിപ്പിച്ചത് 3 പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻസ് ആണ്. ഇൻ, ഓൺ, ബൈ. ഈ 3 പ്രിപ്പോസിഷനും കൃത്യമായിട്ട് അതിന്റെ ഓരോ സിറ്റുവേഷൻസും മനസ്സിലാക്കി അതിന്റെ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രിപ്പോസിഷൻസ് തെറ്റിപ്പോകില്ല. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ഈ 3 പ്രിപ്പോസിഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കിയുള്ള പ്രിപ്പോസിഷൻസുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ബൈ ബൈ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.